പക്ഷേ നീ വിശ്വസിക്കുന്നുണ്ടോ? ദൈവം എനിക്ക് മതിയായവനെന്ന് മരണത്തിന്റെ ബലിവേദിയിൽ നിന്നും ജീവിതത്തിന്റെ പന്ഥാവിലേക്ക് നടന്നെടുത്ത അബ്രഹാമിന്റെ വിശ്വാസ വഴികളിലൂടെ ഒരു യാത്ര. ഈ കാഴ്ചയുടെ വിരുന്നിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ വാർദ്ധക്യത്തിൽ ദൈവം നമുക്ക് തന്ന വലിയ കൃപ, അബ്രഹാമിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരികൾ പോലെയും വർദ്ധിപ്പിക്കുമെന്ന് ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ടല്ലോ. ഇവനിലൂടെയാണ് എല്ലാം സാധ്യമാവുക. ഈ കാണുന്ന ദേശമെല്ലാം നിനക്കും നിന്റെ സന്തതി പരമ്പരകൾക്കും അവകാശമായി തരുമെന്ന് പറഞ്ഞ എന്റെ ദൈവം, എന്റെ പരിചയം, എന്റെ കോട്ടയുമായ എന്റെ ദൈവം. യജമാനനെ നോക്കൂ, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തന്ന വലിയ സന്തോഷമാണിത്. അബ്രഹാം, ഇതാ ഞാൻ കൽപ്പിച്ചാലും ദൈവമേ, നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി മോറിയ ദേശത്തേക്ക് പോവുക. ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ എനിക്കായി ഒരു ബലിവേദി ഒരുക്കണം. ആ ബലിവേദിയിൽ നിന്റെ മകൻ ഇസഹാക്കിനെ എനിക്കായി ബലികഴിക്കണം. ദൈവമേ, അങ്ങ് വാർദ്ധക്യത്തിൽ ഞങ്ങൾക്ക് തന്ന ഈ മകന്, അയ്യോ, ഞാൻ സാറയോട് എന്തു പറയും? ഇസഹാക്കേ, എന്റെ മകനെ, ദൈവമേ, നീ എന്നെ പരീക്ഷിക്കുകയാണോ? ഞാൻ എന്താണ് ചെയ്യുക? ഞാൻ എന്റെ ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കും. കഴുതയ്ക്ക് വെള്ളം കൊടുക്കുക, ബലിക്ക് വേണ്ട വിറകുകൾ തയ്യാറാക്കുക, യാത്രയ്ക്ക് വേഗം ഒരുങ്ങുക. അല്ല, എവിടേക്കാ ഈ പുലർകാലത്ത്? മോറിയ ദേശത്തേക്ക്. മകനെ ഒപ്പം കൂട്ടുക പതിവില്ലല്ലോ. ഇസഹാക്ക് ദൈവത്തിന്റെ മകന്
തന്ന മകനല്ലേ. ദൈവത്തിന് ഒരു ബലി അർപ്പിക്കണം. അതിന് ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്തിനാ? സന്തോഷിക്കുകയല്ലേ വേണ്ടത്. പൂർണ്ണ സന്തോഷത്തോടെ ബലി അർപ്പിക്കണം. എന്നാലേ ദൈവം സ്വീകരിക്കൂ. അപ്പാ, പോകാൻ നമുക്ക്. അമ്മയോട് യാത്ര ചോദിക്കും മോനെ. അമ്മേ, പോയി വരട്ടെ. മോനെ, സുരക്ഷിതമായി പോകണേ. അപ്പന്റെ കൂടെ നിന്ന് ദൈവത്തിന് ബലി അർപ്പിക്കുമ്പോൾ നന്നായി പ്രാർത്ഥിക്കണം കേട്ടോ. മോനെ, നന്നായി നോക്കിക്കൊള്ളണം. വേഗം തിരിച്ചു വരണം. അപ്പാ, പോകാം. അപ്പാ, നമ്മൾ ഒരു കാര്യം മറന്നു. തീയും വിറകും കരുതിയപ്പോൾ ബലിക്കുള്ള കുഞ്ഞാടിനെ നമ്മൾ മറന്നുപോയി. മോനെ, കുഞ്ഞാടിനെ ദൈവം കരുതും. നീ ദൈവത്തിന്റെ മകനല്ലേ. അബ്രഹാമിന്റെയും സാറയുടെയും മകനല്ല. ഈ ലോകം, ഇവിടെയുള്ള എല്ലാം ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. മനസ്സിലായോ? ഇസ്ഹാക്കിന്റെ അവകാശി ആരാ? ദൈവം. പിതാവേ, ഇതാ അങ്ങ് പറഞ്ഞ പോലെ ബലിവേദി ഒരുക്കി എന്റെ പൊന്നോമന പുത്രനെ ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. അബ്രഹാം ആരാ? എവിടെയാ? ഇതാണ് മകന്റെ മേൽ കൈവയ്ക്കരുത്. നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരുവാൻ തക്കവണ്ണം നീ എന്നെ വിശ്വസിക്കുന്നു. അതിനാൽ ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ മകനേക്കാളും വലുതായി, മറ്റെന്തിനേക്കാളും അധികമായി എന്നെ സ്നേഹിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ലോകാവസാനത്തോളം നീ ഓർക്കപ്പെടും. ശത്രുവിന്റെ കോട്ടകൾ നിന്റെ സന്തതികൾ പിടിച്ചെടുക്കും.
നമുക്കുണ്ടാകും. മറ്റൊന്നിനേക്കാളും ദൈവത്തെ വിശ്വസിക്കുന്നവരെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും.